നമ്മൾ അരിച്ചു പെറുക്കിയിട്ടും നമ്മുടെ ലോറി മാത്രം കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ അഭിലാഷ്. ഈ ഗംഗാവലിപ്പുഴ ഇപ്പോൾ പുറമേക്ക് ശാന്തമായി ഒഴുകുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഈശ്വർ മാൽപ്പെ പറഞ്ഞിരിക്കുന്ന നിർണായകമായ ചില വിവരങ്ങളുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഇതിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴുമുണ്ട്. 3 വാഹനങ്ങൾ ഞാൻ തന്നെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ദീപക് മലയമ്മ സൂചിപ്പിച്ചതുപോലെ, ചൂണ്ടിക്കാട്ടിയതുപോലെ, ഈ അശോക് ലായലിൻ്റെ ഷാസിയിൽ പതിച്ചിരിക്കുന്ന ആ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് ഇവിടുന്ന് കിട്ടിയപ്പോൾ അത് പുറത്തെത്തിച്ച് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് പോലീസുകാർ ഇത് വാങ്ങിക്കൊണ്ടുപോവുകയും ദൂരസ്ഥലത്ത് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മനാഫ് അക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടു കൂടിയാണ് ആ പ്ലേറ്റ് ഇവിടേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്തത്. അത്തരത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഈ നദിയുടെ അടിത്തട്ടിൽ ഇപ്പോഴുമുണ്ട്. വിശദമായ ഒരു പരിശോധന, തെരച്ചിൽ നടത്താൻ ഇപ്പോഴും സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 100 മീറ്റർ കേന്ദ്രീകരിച്ച് ഒരു വിശദമായ ഒരു തെരച്ചിൽ നടത്തണമെങ്കിൽ പല ഭാഗത്തും മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ടകൾ മുഴുവനായി നീക്കം ചെയ്തുകൊണ്ട് ഒരു പരിശോധന പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നാവികസേന ആദ്യഘട്ടത്തിൽ തന്നെ സംശയം പ്രകടിപ്പിച്ച സ്ഥലം അത് കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിലേക്ക് പോകാതിരുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി തന്നെ, എല്ലാ മേൽനോട്ടത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംശയമുള്ള സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തണം. ഇവിടെ നിന്ന് കണ്ടെത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ സോണാർ പരിശോധനയിൽ പല സ്ഥലങ്ങളിലും തെറ്റായ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ ഒരു റിസൾട്ട് ഒന്നും ഉണ്ടാവുകയും ചെയ്തില്ല. പക്ഷേ സംശയങ്ങൾ ഭൂമി ഇപ്പോൾ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ വെച്ചിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഏതെങ്കിലും ഹാർഡായ ഒബ്ജക്റ്റിൽ തട്ടിയത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ ആ ഭാഗത്ത് അല്പനേരമായി ഈ ഡ്രഡ്ജർ നിശ്ചലമായി തന്നെ നിൽക്കുകയാണല്ലേ? അതെ, അതിൻ്റെ ഒരു ഭാഗത്തുള്ള മണ്ണാണ് നേരത്തെ നീക്കം ചെയ്തത്. അതിനുശേഷം ഈ നാവികസേന ഉദ്യോഗസ്ഥൻ, ആ ഡ്രഡ്ജറിലുണ്ടായിരുന്ന നാവികസേന ഉദ്യോഗസ്ഥൻ ബോട്ടിൽ കയറി ഇപ്പോൾ താഴത്തോട്ട് പോയിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഈ സോണാർ ഉപകരണങ്ങളടക്കം എത്തിച്ചതിന് ശേഷം വിശദമായ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർപ്പില്ല. ഏതായാലും അതിലുണ്ടായിരുന്ന നാവികസേന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ബോട്ടിൽ കയറി താഴോട്ട് പോയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം തിരിച്ചു വരും. ഒരു പക്ഷേ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഹിറ്റാച്ചി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടോ എന്നതുകൂടി അവർ നോക്കുന്നുണ്ടാവും. എന്തായാലും ഇപ്പോൾ വീണ്ടും ചലിച്ചു തുടങ്ങുന്നുണ്ട്. ഓരോ തവണ ഭൂമി ഈ ജലോപരിതലത്തിൽ വരുമ്പോൾ മണ്ണും കട്ടയും ഈ പാറക്കഷണങ്ങളും അല്ലാതെ മറ്റെന്തുണ്ട് എന്നാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതും. എനിക്ക് തോന്നുന്നു അത് മറ്റൊരു സ്ഥലത്തേക്ക് അത് നിക്ഷേപിക്കുകയാണ് ചെയ്യുക. പക്ഷേ മണ്ണ് ഇളക്കി വരുമ്പോൾ ഈ ലോറി പാർട്ട് പലതായി ചിന്നിച്ചിതറിയാണ് കിടക്കുന്നതെങ്കിൽ ഈ ഭൂമിൻ്റെ ഭാഗത്ത് കുരുക്കാൻ സാധ്യതയുണ്ട്. അതല്ല ഒരുമിച്ച് ലോറിയായി തന്നെയാണ് കിടക്കുന്നതെങ്കിൽ ഈ ഭൂമിന് അത് പൊക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഹാർഡ് ഒബ്ജക്റ്റിൽ അത് തട്ടിക്കിടക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചെടുക്കുക. പക്ഷേ അവിടെ സ്കൂബ ഡൈവേഴ്സിൻ്റെ സാന്നിധ്യം വേണ്ടി വരുമല്ലേ? ഇതിൽ തീർച്ചയായും ഒരു കാര്യം, ഈ അർജുൻ്റെ ട്രക്കിൻ്റെ ഭാഗങ്ങൾ, ഏതെങ്കിലും ഭാഗങ്ങളൊന്നും വേർപെട്ടു പോയതായിട്ടോ അല്ലെങ്കിൽ അത് എവിടെ നിന്നും കണ്ടെത്തിയതായിട്ടോ എന്നുള്ള സൂചനകൾ നമുക്കില്ല. അതുകൊണ്ട് തന്നെ ട്രക്ക് ഒരു പക്ഷേ പതിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ട്രക്കിന് മറ്റേതെങ്കിലും തരത്തിൽ വിഘടിച്ച് പോകാനുള്ള സാധ്യത കുറവാണ്. ഒരു പക്ഷേ അത് അമർന്ന് കിടക്കാനുള്ള സാധ്യത കൂടിയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിൽ മണ്ണ് വന്ന് കിടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണ് മാത്രമല്ല ഇപ്പോഴുള്ളത്. മുകൾ ഭാഗത്ത് അതിനുശേഷം വലിയ തരത്തിലുള്ള മഴ പെയ്തിട്ടുണ്ട്, വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് ഈ നദിയിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നിന്ന് ഒരുപാട് മണ്ണ് വീണ്ടും വന്ന് ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. താഴ്ത്തട്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം, ചുവന്ന മണ്ണല്ല, കറുത്ത നിറത്തിലുള്ള മണ്ണാണ് വന്ന് കിടക്കുന്നത്. അതായത് മുകൾ ഭാഗത്ത് നിന്ന് ഒഴുകി വന്നിരിക്കുന്ന മണ്ണാണ്. അത്രയും മണ്ണ് വീണ്ടും ഒരു 4-5 അടിയൊക്കെ ഉയരത്തിൽ വീണ്ടും വന്ന് കിടക്കാനുള്ളൊരു സാധ്യത കൂടി നിലവിലുണ്ട്. ആ മണ്ണ് കൂടി നീക്കം ചെയ്താൽ മാത്രമേ അവിടെ ഇത്തരത്തിൽ ട്രക്ക് കടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിയൂ. അതിനുള്ള തെരച്ചിൽ അവിടെ മണ്ണ് നീക്കണം. ഇപ്പോൾ മണ്ണെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ചുവന്ന മണ്ണ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചുവന്ന മണ്ണ് അവിടെയുണ്ട്. ഏതായാലും ആ ഭാഗത്ത് നിന്ന് നമുക്ക്
ഏതെങ്കിലും ഒരു പ്രതീക്ഷ, ഒരു റിസൾട്ട് ഇന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ഏതായാലും ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഈ അർജുൻ്റെ സഹോദരി അഞ്ജു അടക്കമുള്ള ഭർത്താവ് ജിതിൻ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങൾ കുറേ കാലമായി, കുറേ ദിവസമായി ഇതേ ആവശ്യം മുന്നോട്ട് വെക്കുന്നു, പക്ഷേ അവിടേക്ക് ഇതുവരെ തെരച്ചിൽ നടത്തിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ അഞ്ജു നമ്മുടെ അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും അവരും ഈ ദൃശ്യങ്ങൾ അഭിലാഷ്, ഓരോ തവണയും ഈ ഹിറ്റാച്ചി മെഷീൻ, ഡ്രഡ്ജറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഹിറ്റാച്ചി മെഷീൻ്റെ വലിയ ബൂം ഈ വെള്ളത്തിനടിയിൽ പോയി മണ്ണ് കോരിയെടുത്ത് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ലോറിയുടെ ഏതെങ്കിലും ഒരു ഭാഗം അതിൽ കുരുക്കണമേ എന്നൊരു പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇത്രയും ദിവസമായി തുടരുന്നത്. ഇനി എത്ര ദിവസം ഇങ്ങനെ തുടരേണ്ടി വരുമെന്ന് നിശ്ചയമില്ല. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. നേവിയുടെ സോണാർ പരിശോധനയുണ്ട്, NDRFിൻ്റെ സംഘമുണ്ട്, SDRFിൻ്റെ സംഘമുണ്ട്, ഒപ്പം ഡ്രഡ്ജറിലെ സ്കൂബ ഡൈവേഴ്സ് അടക്കമുള്ളവരുമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ താഴേക്ക് പോയി മുകളിലേക്ക് വളരെ നിർണായകമായ തെരച്ചിൽ നടക്കുന്നൊരു ഭാഗമാണ്. പക്ഷേ അവിടെ മുഴുവൻ ചുവന്ന മണ്ണാണെന്ന് പ്രേക്ഷകർക്ക് കാണാം. ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇരച്ചു വന്നതും ഈ ചുവന്ന മണ്ണ് തന്നെയാണ്. അപ്പോൾ ആ മണ്ണാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നതെന്ന് നമുക്ക് പറയാം. കാര്യം പുഴയിലെ മണ്ണ്, ചുവന്ന മണ്ണ് അടിയിൽ പെട്ടെന്നുണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ. മണ്ണിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ അതിലേതെങ്കിലും ലോഹഭാഗങ്ങളുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധന നടത്തുന്നത്. എന്തായാലും ആ ഭാഗത്ത് അതിൻ്റെ ചുറ്റുവട്ടത്തില്ല എന്ന് തോന്നുന്നു. നിലവിൽ കുഴിച്ചെടുത്ത ആ ഭാഗത്ത് അത്രയും ദൂരം. അഭിലാഷ്, അതാണൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ വലിയ ലോറി, അതിൽ തടിക്കഷ്ണങ്ങളുണ്ട്, അതിനോടൊപ്പം മണ്ണും കല്ലുമായിട്ടാണല്ലോ ഇത് പുഴയിലേക്ക് വന്ന് വീഴുക. പുഴയിലേക്ക് വന്ന് വീണാൽ അത് അധിക ദൂരം പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. ഒരു 30-40 മീറ്റർ തീരത്തു നിന്നും ദൂരെ മാറി ഈ ലോറി അതേ മട്ടിലാണെങ്കിൽ അവിടെ കിടപ്പുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നതൊരു 130 മീറ്റർ അകലെയാണല്ലേ തീരത്തു നിന്നും? അത് 50 മീറ്റർ മാത്രം അകലെയാണ്. അത് ഈ നാവികസേന കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ട് ഉണ്ടല്ലോ, 1, 2 എന്ന് പറയുന്നത്, ആ സ്പോട്ടിന് അടുത്തായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 40-50 മീറ്റർ, അതിൽ കൂടുതലില്ല. ആ മേഖലയിൽ ഒരു ഭാഗത്ത് കൂടിയാണ് വലിയ തരത്തിൽ ഒഴുക്കുള്ളത്. കാരണം ഈ ധാബയുടെ, ലക്ഷ്മണ ധാബയുടെ കീഴ്ഭാഗത്ത്, ആ ഭാഗത്ത് കൂടി മാത്രമാണ് വലിയ ഒഴുക്കുള്ളത്. പക്ഷേ അതിൻ്റെ മറുഭാഗത്തേക്ക്, അതായത് പുഴയുടെ മധ്യഭാഗത്തേക്ക് അത്രത്തോളം ഒഴുക്കും ആഴവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടിത്തട്ട് വരെ കാണുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒഴുക്കുള്ള മേഖലയാണ് ഇത്. ഈ ആ കാണുന്ന മേഖലയിലാണ് ഇപ്പോൾ ഈ ഇതുണ്ട്, അല്ലെങ്കിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് നാവികസേന ഒരു തവണയല്ല പല തവണ നടത്തിയ പരിശോധനയിലും അവർ അത് ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു നമുക്ക് കാണാം, ബോയെ കാണാം. ആ ബോയ ഇട്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ ആ ബോയെ കാണുകയും ചെയ്യുന്നുണ്ട്. അത് ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു മണ്ണ് മാറ്റിയുള്ള ഒരു തെരച്ചിലാണ് നിർബന്ധമായും വേണ്ടത് എന്നുള്ള ആവശ്യമാണ് പലപ്പോഴും ഉയർന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ മാത്രമാണ് എത്തിയത് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഡ്രഡ്ജർ യൂണിറ്റ് ആ ഭാഗത്തിന് അടുത്ത് വരെ എത്തി അവിടെ നിന്ന് മണ്ണും നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ കേരിയർ അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ അതിന് മുമ്പ് ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയത്. ആ മേഖലയിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള തെരച്ചിൽ നടത്തുകയാണെങ്കിൽ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ തെരച്ചിൽ നടക്കട്ടെ, മണ്ണ് മാറ്റട്ടെ.